ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ പ്രതീക്ഷിച്ച്. ഒറ്റയ്ക്കല്ലടാ ഇന്ന്? ആ ഒറ്റയ്ക്കേ ഉള്ളു. കൂട്ടുകാരെല്ലാം പോയല്ലോ. ആകെ ഉള്ള ഒരുത്തന് ഇപ്പൊ താണ്ട് അവന് ബിസ വന്നിരിക്കുന്നു. ബിസ കിട്ടിയാ? ബിസ ഇട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ വരികയും ചെയ്യും, ഞങ്ങൾ ഒന്നിച്ചിരുന്ന് കഴിക്കുകയും ചെയ്യും. കഴിക്കുന്ന സാധനമല്ല ഇത്, ബിസ. ഗൾഫിൽ പോകാനായിട്ട് അവൻ നിൽക്കുന്നു. ഇവിടെ ഇരുന്ന് കളിച്ചോ. കല്ലൊക്കെ കറക്റ്റായിട്ടുണ്ടാ? ശരി. അളിയ, നിനക്ക് വിസ എന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞു. അതൊക്കെ പോട്ട്, നീ ഇപ്പൊ എന്തിന് ഗൾഫിൽ പോണം? നീയൊന്നും പറയുന്ന കല്ലളിയാ. വീട്ടിലൊക്കെ ഭയങ്കര പ്രാരാബ്ദോടാ, ബുദ്ധിമുട്ടേ. അളിയ, ബുദ്ധിമുട്ടും പ്രാരാബ്ദം പറഞ്ഞ് നീ എത്ര നാൾ എന്നെ പിരിഞ്ഞു നിൽക്കും? നീ ആലോചിക്കണം, പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നിന്നെ അടിച്ച കഞ്ഞിപ്പരലെ മാമനെ കറുപ്പിച്ചാത്തി കുത്തിയവനാ ഞാൻ. എന്നെ നീ എത്ര നാൾ പിരിഞ്ഞു നിൽക്കും? നീ ഇവിടെ നിന്നെ അളിയാ. എന്റെ പൊന്നളി, എന്നെ രക്ഷപ്പെടാൻ നീ സമ്മതിക്കൊന്ന്. അളിയ, നീ പോയി കഴിഞ്ഞ ഇവിടുത്തെ മാമാർക്ക് പറയാൻ നമ്മുടെ കുറ്റം കാണും അളിയാ. നീ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ വൈകിട്ട് വന്നിരിക്കുന്ന ഈ കലങ്ങും ഈ തോടും ഇവിടുത്തെ പ്രകൃതി ഭംഗിയെല്ലാം കളഞ്ഞിട്ടുണ്ടെങ്കിൽ ഗൾഫിൽ കയറി പോണെങ്കിൽ നീ ഞാൻ കയറി പോടാ. നീ പറയുന്ന കണക്കൊന്നും അല്ലടാ. 26 മണിക്കൂർ തോട്ടിലും കലങ്ങിനും കുത്തി നിന്നിട്ട് എന്നെ സാധിക്കാനാ? ഞാൻ പോവും, ഞാൻ എന്റെ വാക്കൊന്നും മാറ്റത്തില്ല. അല്ലെങ്കിൽ നമ്മൾ ഇനി വെറുതെ ഇരിക്കുന്ന ആര് പറഞ്ഞ്? നമ്മൾ രാവിലെ തൊട്ട് ഉച്ച വരെ പണിക്ക് വന്ന് ഉച്ച കഴിഞ്ഞിട്ട് നമ്മൾ ഈ തോട്ടിരിക്കുന്ന വന്നിട്ട് ഈ ബോട്ടൊക്കെ ഒഴുക്കി വിട്ട് ഒരു ചായ ഒക്കെ കുടിച്ച് നമ്മള് മൂടായിട്ടൊക്കെ പോകുന്നളിയാ. കണ്ടാളിയാ, ഇതാ വേണ്ടത്. നിന്റെ മനം മാറിയത് കണ്ടാ? ഇതാണ് വേണ്ടത്. എന്റെ പാസ്പോർട്ട് കീറിയടാ നീ ബോട്ടുണ്ടാക്കിയത് പന്നി. എന്നെ അടിക്കലാടാ ജിന്നിക്കൊള്ളേ.